ഹായ് ഡിയേഴ്സ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ സോളിഡ്സ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഇത് നോക്കുന്നത്. അപ്പൊ സോളിഡ്സിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് നോക്കുന്നതെന്ന് വെച്ചാൽ ഈ സോളിഡ്സ് എന്ന ചാപ്റ്റർ പല കുട്ടികൾക്കും പാടാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന്റെ കാരണം ഇതാണ്, നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ഇതിന്റെ ഫോർമുലാസ് നമുക്ക് കൃത്യമായി അറിഞ്ഞിരിക്കണം. കാരണം ഫോർമുലാസ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്റർ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാനായിട്ട് പറ്റുള്ളൂ. ബാക്കി ചാപ്റ്റേഴ്സ് നമുക്ക് ഒരുവിധ ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഫോർമുല അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോ കൃത്യമായിട്ട് നമുക്ക് ഫോർമുല മനസ്സിലാക്കണം. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ അധ്യായത്തിലെ ഫോർമുലകൾ പറഞ്ഞു തരിക എന്നുള്ളതാണ്. അതിന്റെ മെയിൻ കോൺസെപ്റ്റ്, അതായത് സ്ക്വയർ പിരമിഡ്, കോണ്, സെക്ടർ, അങ്ങനത്തെ ഐറ്റംസ് അല്ല, അങ്ങനത്തെ സോളിഡ്സിന്റെ ഫോർമുലകൾ, വോളിയം കണ്ടുപിടിക്കേണ്ട ഫോർമുല, ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല, ബേസ് മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയില് ഈ ഒരു ചാപ്റ്ററിനെ പറ്റി യാതൊരു തരത്തിലുള്ള ഐഡിയ ഇല്ലാതിരിക്കുന്നവർക്കും വളരെ നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഈ ചാപ്റ്റർ പാഠഭാഗം അറിയില്ല എങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് എളുപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. മക്കളെ, ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇത്രയും ഐറ്റംസ് ആണ്. നോക്കുക, സ്ക്വയർ പിരമിഡ്, സെക്ടർ, കോണ്, സിലിണ്ടർ, സ്ഫിയർ, ഹെമിസ്ഫിയർ. മലയാളത്തിൽ പറഞ്ഞാൽ സമചതുര സ്തൂപിക, വൃത്താംശം, വൃത്തസ്തൂപിക, വൃത്തസ്തംഭം, ഗോളം, അർദ്ധഗോളം. ഇത്രയാണ് നിങ്ങളുടെ പാഠഭാഗത്തിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും വോളിയം, ഈ സെക്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാൻ പറ്റില്ല, സോറി, എല്ലാത്തിന്റെ ബാക്കിയുള്ളതിന്റെ വോളിയം കണ്ടുപിടിക്കണം, ഏരിയ കണ്ടുപിടിക്കണം, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അതിൽ നമ്മൾ ഈ സിലിണ്ടർ ജസ്റ്റ് നിങ്ങൾ ആ ചാപ്റ്ററിൽ കൂടെ ഒന്ന് കടന്നു പോകുന്നതേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെയാണ് ആ ചാപ്റ്ററിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗം. ഓക്കെ, നമുക്കപ്പോ ആദ്യം നമുക്ക് നോക്കാവുന്നത് സ്ക്വയർ പിരമിഡ് ആണ്. ആദ്യം നമ്മൾ നോക്കുന്നത് സ്ക്വയർ പിരമിഡ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും, ഒരുപക്ഷെ നിങ്ങളുടെ ഹിസ്റ്ററി പുസ്തകത്തിലോ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പിരമിഡ്. ഇതിനെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇതിന്റെ ബേസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം എന്ത് ഷേപ്പിലായിരിക്കും? യെസ്, ഒരു സ്ക്വയർ ഷേപ്പിലായിരിക്കും, അല്ലെ? ഇതിന്റെ ബേസ് ഒരു സ്ക്വയർ ഷേപ്പിലായതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് സ്ക്വയർ പിരമിഡ് എന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണ്ടോ, ബേസ് ഇതൊരു സൈഡ്, ഇതൊരു സൈഡ്, ഇനി ഇപ്പുറത്തോട്ട് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സൈഡ് ഉണ്ട്, ഇങ്ങനെ ഒരു സൈഡ് ഉണ്ടാവും. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന ഈ ഒരു ഇതെല്ലാം കൂടെ ചേരുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, ഒരു സ്ക്വയർ പിരമിഡ്. ഓക്കെ, നമുക്ക് ഈ സ്ക്വയർ പിരമിഡിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ട്. അപ്പോൾ അതില് ഈ ഒരു എഡ്ജ് ബേസ് അല്ലേ, ബേസ് എഡ്ജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ ആണ്. അപ്പൊ ഞാൻ ആ ബേസ് എഡ്ജിനെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിലേക്കായിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്തു, മാറ്റി വരച്ചു. ഓക്കെ ആണോ? അപ്പൊ ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത് എ ആണ്, ബേസ് എഡ്ജ് എ. അപ്പൊ ഇവിടുത്തെ ബേസ് എഡ്ജ് ഏതായിരിക്കും? ഇതെന്ന് പറയുന്നത് എ ആണ്. ഓക്കെ ആണോ? ബേസിന്റെ ബേസ് എഡ്ജ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ ആണ്. സോ ബേസ് എഡ്ജ്. ഇനി നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എഡ്ജും കൂടെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ ഒരു ചരിഞ്ഞ എഡ്ജിൽ ഇതുപോലെ എത്ര എണ്ണം ഉണ്ടാവും? 1, 2, 3, പിന്നെ അപ്പുറത്തെ സൈഡിലോട്ട് ഒരെണ്ണം കൂടി ഉണ്ടാവും. അങ്ങനെ മൊത്തം 4 എണ്ണം ഉണ്ടാവും. അപ്പൊ ഈ എഡ്ജ് എന്തോന്നാണ്? നമുക്ക് ബേസ് എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ്, അല്ലെ? അതുപോലെ നമുക്ക് ഇതുപോലെ 4 സൈഡിലും ഉണ്ടല്ലോ ട്രയാങ്കിൾസ്. നമ്മൾ അതിനെ പറയുന്നത് ലാറ്ററൽ ഫേസ് എന്നാണ്. ലാറ്ററൽ ഫേസ്, അതായത് പാർശ്വതലം. മലയാളത്തിൽ പറഞ്ഞാൽ പാർശ്വതലം. ബേസ് എന്ന് പറഞ്ഞാൽ പാദം. നമ്മൾ ഈ ഒരു സർഫസിനെ വിളിക്കുന്നത് ലാറ്ററൽ ഫേസ്. ഇപ്പൊ ലാറ്ററൽ ഫേസിന്റെ ഈ ഒരു എഡ്ജിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ലാറ്ററൽ എഡ്ജ് നമ്മൾ അതിനെ ഇ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് റെപ്രസെന്റ് ചെയ്യും, ഇ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. സോ നമ്മൾ അതിനെ എന്ത് കൊടുക്കും? ഇ എന്ന് കൊടുക്കും. എനിക്കത് ഇവിടെ വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു ട്രയാങ്കിൾ ആയിട്ട് വരയ്ക്കും. ഓക്കെ, ഇതിന് ഇ. ഈ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ അടഞ്ഞു വരുമ്പോഴാണ് ഈ എഡ്ജ് നമുക്ക് കിട്ടുന്നത്. സോ അത് നമുക്ക് എന്തെന്ന് പറഞ്ഞു? ഇ എന്ന് പറഞ്ഞു. ഇ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചിരിക്കുക. ഇനി നിങ്ങൾ ഇതിനകത്ത് അറിയേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ ഒരു പോയിന്റ് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇതിന്റെ മിഡിലായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതാണ് ബേസ് എഡ്ജ്. ഈ മിഡിൽ മക്കൾ ഇത് മൊത്തം എ ആണെങ്കിൽ ഇതെന്തായിരിക്കും? a/2 ആയിരിക്കും. ഇത്ര എന്തായിരിക്കും? a/2. കാരണം ഇത് മുഴുവൻ നീളം എ ആണ്. അപ്പൊ ഇത്രയും നീളം എന്തായിരിക്കും? a/2 ആയിരിക്കും. ഈ നീളം എന്ന് പറയുന്നത് a/2 ആയിരിക്കും. ഒപ്പം ഈ നീളം എന്തായിരിക്കും? a/2 ആയിരിക്കും. നിങ്ങൾ ഇവിടെ നിന്ന് നടന്ന് അങ്ങോട്ട് കയറുവാണെന്ന് വിചാരിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് മുകളിലോട്ട് കയറുവാണെന്ന് വിചാരിക്കുക. നിങ്ങൾ നേരെ ആയിരിക്കുമോ കയറുന്നത്, അതോ ചരിഞ്ഞായിരിക്കുമോ കയറുന്നത്? കാരണം നമ്മൾ സ്ക്വയർ പിരമിഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു ഭാഗത്തുനിന്ന് മേലോട്ട് നടന്ന് കയറുമ്പോൾ നിങ്ങൾ ചരിഞ്ഞായിരിക്കും കയറുന്നത്, അല്ലെ? ചരിഞ്ഞ് കയറുമ്പോൾ
അത് സ്ലാൻഡ്, ചരിവിന് നമ്മൾ പറയുന്നത് സ്ലാൻഡ്. സോ ഹൈറ്റ് ഉയരമായതുകൊണ്ട് സ്ലാൻഡ് ഹൈറ്റ്. അപ്പൊ നമ്മൾ ആ ഒരു ലൈനിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആണ്. സ്ലാൻഡ് ഹൈറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആണ്. അപ്പൊ 3 ടേംസ് നമ്മൾ പഠിച്ചു. എന്താണ് ബേസ് എഡ്ജ്? ബേസിന്റെ എഡ്ജ് ആണ് ബേസ് എഡ്ജ്. എന്താണ് ലാറ്ററൽ എഡ്ജ്? ലാറ്ററൽ ഫേസിനുള്ള എഡ്ജ് ആണ് ലാറ്ററൽ എഡ്ജ്. ഇനി നമ്മൾ അടുത്തൊരു എന്ത് പഠിച്ചു? സ്ലാൻഡ് ഹൈറ്റ് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന ഈ ഫിഗറിൽ എവിടെയാണ് സ്ലാൻഡ് ഹൈറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എവിടെയാണ് സ്ലാൻഡ് ഹൈറ്റ്? യെസ്, സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈറ്റ് ആണ് സ്ലാൻഡ് ഹൈറ്റ്. ശരിയല്ലേ? ഈ ഒരു അടപ്പ് നിങ്ങൾ അടയുന്നതായിട്ട് കാണാം. നമ്മൾ ഒരു സ്ക്വയർ പിരമിഡിനെ നിവർത്ത് വെക്കുകയാണെങ്കിൽ ഏകദേശം ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക, അല്ലേ? ഇവിടെ ഉണ്ടാവും, ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടുക. നമ്മളൊരു സ്ക്വയർ പിരമിഡ്, ഇങ്ങനെ ഇരിക്കുന്ന സ്ക്വയർ പിരമിഡ് നമ്മൾ നിവർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, അതിനകത്തുള്ള പാർട്സ് ആണ് ഞാനിവിടെ എന്ത് ചെയ്തത്? മാർക്ക് ചെയ്തത്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമുക്കിനി ഒരാളും കൂടെ നമുക്ക് ഇതിനകത്ത് ഒരു ടേമും കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. ആ ഒരു ടേം എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. ആ ഒരു ടേം എന്ന് പറയുന്നത് ഹൈറ്റ്, ഹെച്ച്. മക്കളെ നമുക്കറിയാം ഹെച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഇപ്പൊ ഇതാണ് ബേസ് എന്ന് നോക്കിയാൽ, ഇതാണ് ബേസ്. ഇവിടെ നിന്ന് നേരെയുള്ള ഹൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ആ സോളിഡിന്റെ ഉയരം എന്ന് പറയുന്നത്. സോ ഹെച്ച്. അപ്പൊ നമ്മൾ പഠിച്ച ടേംസ് ഒരിക്കൽ കൂടെ നമുക്ക് നോക്കാം. ഹെച്ച് ഹൈറ്റ്, എ എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജ്. എ എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബേസ് എഡ്ജ് നിങ്ങൾക്ക് ചിത്രത്തിലുണ്ട്. സ്ക്വയർ പിരമിഡ് നോക്കി, ഇതാണ് ബേസ് എഡ്ജ്. എ എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എൽ എന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ്. എൽ എന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ്. ഓക്കെ, ദെൻ നമ്മൾ ഇതിൽ ഒരാളെ കൂടെ പഠിച്ചു ഇ. എന്താണ് ഇ? ഇ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ എഡ്ജ്. ലാറ്ററൽ എഡ്ജ്. അപ്പൊ മക്കളെ ഇത്രയും സാധനങ്ങളാണ് നിങ്ങളൊരു സ്ക്വയർ പിരമിഡിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. എന്തൊക്കെയാണ്? എന്താണ് ഹൈറ്റ്? എന്താണ് ഹൈറ്റ്? എന്താണ് ബേസ് എഡ്ജ് അല്ലെങ്കിൽ എ? എന്താണ് എൽ? സ്ലാൻഡ് ഹൈറ്റ്. അപ്പൊ ഒരു സ്ക്വയർ പിരമിഡിൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇതാണ് ആ ഒരു സ്ക്വയർ പിരമിഡിന്റെ സൈഡ് എങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു സാധനമാണ് സ്ലാൻഡ് ഹൈറ്റ്. സ്ലാൻഡ് ഹൈറ്റ്. ഓക്കെ ആണോ? ഇവിടെ നിന്ന് നേരെ താഴോട്ട് നമ്മൾ ഇങ്ങനെ വയ്ക്കത്തില്ലേ? ഈ ഒരു ഹൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബേസ് മുതലുള്ള ഈ ഒരു ഹൈറ്റ് ആണ് അതിന്റെ ഹൈറ്റ്, ഹെച്ച് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സ്ലാൻഡ് ഹൈറ്റ് മീൻസ് ചരിഞ്ഞ ഹൈറ്റ്, ഹെച്ച് എന്ന് പറഞ്ഞാൽ നേരെയുള്ള ഹൈറ്റ്. അത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഒരാളെ കൂടെ പഠിച്ചു ഇ. ഇ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ എഡ്ജ്. ഈ അറിഞ്ഞിരുന്നാൽ മതി. ഇ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലാറ്ററൽ എഡ്ജ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഒരു സ്ക്വയർ പിരമിഡിന് എത്ര എഡ്ജസ് ഉണ്ട്? എത്ര എഡ്ജസ് ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എത്രയാണ്? യെസ്, ബേസിന് 4 എഡ്ജ് ഉണ്ടാവും, ലാറ്ററലിന് 4 എഡ്ജ് ഉണ്ടാവും. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് എന്തോന്നായിരിക്കും? 8 ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് 8 ആയിരിക്കും. കാരണം ഇത് നമുക്ക് ആവശ്യമുണ്ട്. ചില ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് ടോട്ടൽ എഡ്ജിന്റെ നീളം തന്നിരിക്കും. അപ്പൊ നമ്മൾ അതിൽ ഒരു എഡ്ജിന്റെ നീളം കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ എഡ്ജിന്റെ നീളത്തെ നമ്മൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു എഡ്ജിന്റെ നീളം കിട്ടുന്നത്. അപ്പൊ എല്ലാ എഡ്ജസും ഈക്വൽ ആണ് എന്ന് അവർ പറഞ്ഞിരിക്കും. എന്നിട്ട് ടോട്ടൽ എഡ്ജിന്റെ നീളം തന്നിരിക്കും. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഒരു എഡ്ജിന്റെ നീളം നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എഡ്ജിന്റെ നീളത്തെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെച്ചേക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് കിടക്കാം. അപ്പൊ ഇതാണ് മറ്റൊരു ഉദാഹരണം. ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ ഒന്ന് വരയ്ക്കുമ്പോൾ നിങ്ങൾ എന്താണെന്ന് മനസ്സിൽ വെക്കുക. ഇതാണ് ബേസ് എഡ്ജ്, ഇതാണ് ലാറ്ററൽ എഡ്ജ്. ബേസ് എഡ്ജ് എ, ലാറ്ററൽ എഡ്ജ് ഇ. ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു ചരിഞ്ഞ ഹൈറ്റ് ആണ് സ്ലാൻഡ് ഹൈറ്റ്. ഓക്കെ ആണോ? ഇനി ഇവിടെ നിന്ന് നേരെ താഴോട്ട്, മക്കൾ അത് താഴോട്ടാണ്, ഇങ്ങനെ താഴോട്ട് വരും. അതാണ് എന്തെന്ന് പറയുന്നത്? ഹെച്ച് എന്ന് പറയുന്നത്. ഹെച്ച്. ഓക്കെ ആണോ? നേരെ ആ ഒരു ടോപ്പിലെ ആ ഒരു അപ്പെക്സിൽ നിന്ന് നേരെ താഴോട്ട് വരയ്ക്കുന്ന ആ ഒരു ലൈനാണ് ഹെച്ച്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ കാണിച്ച ചിത്രം തന്നെയാണ്. ദെൻ ഇതാണ് നമുക്ക് പഠിക്കേണ്ട സാധനം. ഇതാണ് നമുക്ക് പഠിക്കേണ്ട സാധനം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്ക്വയർ പിരമിഡ്. അപ്പൊ നമുക്കൊരു സ്ക്വയർ പിരമിഡിനെ നിവർത്തിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രൂപം എന്ന് പറയുന്നത് ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും. കണ്ട, ഈ സാധനത്തെ നിവർത്തിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ആയിരിക്കും. നിങ്ങളൊന്ന് സങ്കല്പിച്ചാൽ മതി. അപ്പൊ ഞാൻ ഇനി ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിക്കും. മക്കളെ ഇതാണ് എ. ഓക്കെ ആണോ? ഇതാണ് ഇ. ഓക്കെ ആണോ? അപ്പൊ എ ഇതാണ്, ഇ ഇതാണ്. ഈ 2 എഡ്ജും കൂടെ അടയുമ്പോൾ നമുക്ക് ഒരൊറ്റ എഡ്ജ് ആവും, അല്ലെ? ഈ 2 എഡ്ജും കൂടെ വന്ന് അടയുമ്പോൾ നമുക്ക് ഈ ഒരു ഒറ്റ എഡ്ജ് ആവും. നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. ആ ഒരു ട്രയാങ്കിൾ രണ്ടും വന്ന് അടയുമ്പോഴേക്ക് ഈ ഇതും കൂടെ വന്ന് അടയും, നമുക്ക് ഈ എഡ്ജ് കിട്ടും. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്ലാൻഡ് ഹൈറ്റ് ഞാൻ ഈ മാർക്ക് ചെയ്യുന്നതാണോ? യെസ്, സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ചരിഞ്ഞ ഹൈറ്റ്, അല്ലേ? ഇതല്ലേ എൽ എന്ന് പറയുന്നത്? യെസ്. അങ്ങനെയാണെങ്കിൽ അത് എവിടെ വരൂടാ? ഇവിടെ ഇരിക്കുന്നതാണ് എൽ. ഓക്കെ ആണോ? ഇവിടെ ഇരിക്കുന്നതാണ് എൽ. എൽ അത് എല്ലാണ്, ഈ അല്ല, എല്ലാണ്, എല്ലാണ്. ഓക്കെ, എൽ. ഇനി ഞാൻ പറഞ്ഞ ഒരു ഹൈറ്റ് എവിടെ വരും? ഈ ഒരു മിഡിൽ ഭാഗം, അല്ലെ? ആ ഒരു സ്ക്വയറിന്റെ മിഡിൽ ഭാഗത്ത് മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ വരച്ചാൽ ആ ഒരു മിഡിൽ ഭാഗത്ത് വരുന്ന ആ ഒരു ലെങ്ത് ആണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്.
ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. നമ്മൾ ഇനി ഇവിടെ പഠിക്കാൻ പോകുന്ന സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി കുറച്ച് നമുക്ക് ഫോർമുലാസ് പഠിക്കണം. അതായത് ഇതിനകത്ത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ ആ ഫോർമുല പഠിക്കുക. എന്താണ് എല്, എന്താണ് ഇ, എന്താണ് എ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മളൊരു ഫോർമുല ഇവിടെ പഠിക്കും. ശ്രദ്ധിച്ചിരിക്കുക. നമുക്കിവിടെ നോക്കുക. ഇതാണ് ഒരു സ്ക്വയർ പിരമിഡ്. ഓക്കെ, ഇത് അതിന്റെ ഒരു ലാറ്ററൽ ഫേസ് മാത്രമേ ഞാൻ വരച്ചിട്ടുള്ളൂ. അത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിന് ഏതായിരിക്കും? ഇത് എ ആയിരിക്കും. ഇതെന്തായിരിക്കും ഇവിടെ? എ ആയിരിക്കും. ഇതെന്തായിരിക്കും? ഇ ആയിരിക്കും. ഓക്കെ, ഇതെന്തായിരിക്കും? എൽ ആയിരിക്കും. ഇതെന്തായിരിക്കും? എൽ. അപ്പൊ ഞാൻ ഇവിടെ കാണുന്ന ഈ ഒരു എഡ്ജ്, ഈ ഒരു ടോട്ടൽ ലെങ്ത് ആണ് എന്തെന്ന് പറയുന്നത്? എ എന്ന് പറയുന്നത്. ടോട്ടൽ ലെങ്ത് ആണ് എ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പകുതി ഞാൻ പറയാൻ a/2, ഇപ്പുറത്തോട്ടുള്ള എന്തായിരിക്കും? a/2. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നില്ലേ? എന്താണ് ആ ട്രയാങ്കിൾ? നോക്കുക. ബേസ് ഇത് a/2, ഇത് എല്, ഇത് ഇ അല്ലെ? ഇത്രയും വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ട്. എന്താണ് മക്കളെ ഇവിടെ വെച്ചിട്ട് പൈതഗോറസ് തിയറം അനുസരിച്ച് എന്താണ് ഇ സ്ക്വയർ? ഇ സ്ക്വയർ ഇസ് ഈക്വൽ ടു a/2 ദ ഹോൾ സ്ക്വയർ, ബേസിന്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് എൽ സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് അല്ലേ എൽ? എൽ സ്ക്വയർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ദെൻ ഇവിടെ എന്താണ് a/2 ദ ഹോൾ സ്ക്വയർ? a/2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ, അതായത് ഇ സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ. ഇനി ഇവിടെ നിന്ന് ഒരാളും കൂടെ ഉണ്ട്. എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലംസ് ചെയ്യാൻ നമുക്കിത് ആവശ്യമാണ്. പ്രോബ്ലംസ് ചെയ്യാൻ നമുക്കിത് ആവശ്യമാണ്. എന്താണ് ഇ സ്ക്വയർ? നമ്മൾ ആ ഒരു നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു ട്രയാങ്കിൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ട്രയാങ്കിൾ ഞാൻ എടുത്ത് ഇവിടെ നിവർത്തി വരച്ചിട്ട് നമ്മൾ പൈതഗോറസ് തിയറം ജസ്റ്റ് അപ്ലൈ ചെയ്തു. അത്രേ ഉള്ളൂ. എന്താണ്? ഇ സ്ക്വയർ is equal to a/2 the whole square plus l square, then a/2 the whole square is equal to e square minus l square, then l square is equal to e square minus a/2 the whole square. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഇത് മാത്രമാണോ നിങ്ങൾക്ക് അവിടെ കാണുന്ന ട്രയാങ്കിൾ? അല്ല. നിങ്ങൾ ഇത് ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ മക്കളെ, ഈ ഒരു എഡ്ജ് എ ആയതുകൊണ്ട് ഇത് തൊട്ട് ഇതുവരെയുള്ള എഡ്ജും എന്തായിരിക്കും? ഇത് തൊട്ട് ഇതുവരെയുള്ള ലെങ്ത് എ ആയിരിക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൈഡ് ഇത്രയും ഭാഗം എന്തായിരിക്കും? a/2 ആയിരിക്കും അല്ലെ? a/2 ആയിരിക്കും. ഓക്കെ ആണോ? അതുപോലെ ഇത്രയും ഭാഗം എന്തായിരിക്കും? a/2 ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ലാൻഡ് ഗേറ്റ്, ഈ ഇരിക്കുന്ന സ്ലാൻഡ് ഗേറ്റ് ഇങ്ങനെ അടഞ്ഞു വരുമ്പോ നമുക്ക് വേറൊരു ട്രയാങ്കിൾ കിട്ടും. ഇവിടെ നോക്കുക, ഇവിടെ നോക്കുക. യെസ്, ഇത് എല് ചരിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചരിഞ്ഞൊരു പ്രതലം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. യെസ്, ഈ ഒരു പ്രതലം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. കണ്ടോ? ഈ സാധനമാണ് സാറ് പറയുന്നത് എല്. ദെൻ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് എന്ത്? a/2. ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. കാരണം ഇത് മുഴുവൻ എന്തായിരിക്കും? എ ആയിരിക്കും. ഇത് മുഴുവൻ എ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എഡ്ജ് എന്ന് പറയുന്നത് a/2 ആയിരിക്കും. അതാണ് ഞാൻ വരച്ച ഇവിടത്തെ a/2. അതാണ് a/2. മനസ്സിലായോ? അതായത് ഈ a/2 ആണ് ആ സാധനം. ഈ വരച്ചിരിക്കുന്നില്ല എല്, ഈ വരച്ചിരിക്കുന്ന എല്ലാണ് നമ്മൾ ഇവിടെയുള്ള ഈ ഒരു എല്. കണ്ടോ? ഈ ഒരു എൽ എന്ന് പറയുന്നത് അതാണ്. ഡൗട്ടുണ്ടോ? അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ സാധനം ആരാണ്? ഇമാജിൻ ചെയ്യുക, മനസ്സിൽ ഇമാജിൻ. ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന ആള് എല്, ബേസ് a/2. അങ്ങനെയാണെങ്കിൽ നേരെ ഇരിക്കുന്ന ആള് h. മക്കളെ, ഇത്രയേ ഉള്ളൂ. ഈ ചാപ്റ്ററിൽ നിങ്ങൾ അത്യാവശ്യം മനസ്സിലാക്കി പഠിക്കേണ്ട സാധനം ഇത്രയേ ഉള്ളൂ. h, l, a/2. വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് പൈതഗോറസ് തിയറം അനുസരിച്ച് എങ്ങനെ കിട്ടും? എൽ സ്ക്വയർ ഇസ് ഈക്വൽ ടു h സ്ക്വയർ പ്ലസ് a/2 ദ ഹോൾ സ്ക്വയർ. ശരിയല്ലേ? പൈതഗോറസ് തിയറം കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ദെൻ h സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് a/2 ദ ഹോൾ സ്ക്വയർ. ദെൻ a/2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് h സ്ക്വയർ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. അതായത് ഈ ഒരു രണ്ട് ടൈപ്പ് ഫോർമുലയും നിങ്ങൾ കൃത്യമായി എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. കാരണം ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് മക്കളെ h തന്നിട്ട് പരീക്ഷയ്ക്ക് വോളിയം കണ്ടുപിടിക്കാനും ഏരിയ കണ്ടുപിടിക്കാനും ഒക്കെ ചോദിക്കുന്ന സാധ്യത കുറവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കണ്ടുപിടിച്ചിട്ടായിരിക്കണം നമ്മൾ വോളിയം ഏരിയ ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരിക. അപ്പൊ അതിന് നമ്മൾ ഇങ്ങനത്തെ ഫോർമുലാസ് എന്ത് ചെയ്യേണ്ടി വരും? ഉപയോഗിക്കേണ്ടി വരും. നിങ്ങൾ കൃത്യമായിട്ട് ആ രണ്ട് ട്രയാങ്കിൾ മനസ്സിലാക്കുക. ഏതൊക്കെയാണ് ആ സ്ക്വയർ പിരമിഡിന്റെ രണ്ട് ട്രയാങ്കിൾ എന്ന് മനസ്സിലാക്കുക. ദെൻ നമ്മൾ ഇതൊരു ഫോർമുല എഴുതുക. ഇനി ഒരു ട്രയാങ്കിൾ കൂടി ബാക്കിയുണ്ട്. ഇവിടെ നോക്കുക. കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഈ ഫിഗറിന് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. ഞാൻ ഇനി ഇത്രയും സമയം പറഞ്ഞ കാര്യം ഒരിക്കൽ മാർക്ക് ചെയ്യുകയാണ്. മക്കളെ നോക്കിയോ, ലാസ്റ്റ് ഭാഗം ഇതുണ്ട. ഇത് a/2 ഓക്കെയാണോ? ഇത് എല് ഓക്കെയാണ്. ഇത് h അല്ലേ? h അല്ലേ? അപ്പൊ നമുക്ക് കിട്ടിയ ട്രയാങ്കിൾ ഓർമ്മയുണ്ടോ? യെസ്, ഇത് h, ഇത് l, ഇത് a/2 അല്ലേ? h, l.
ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ആണോ? ആദ്യത്തെ ട്രയാങ്കിൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ആദ്യത്തെ ട്രയാങ്കിൾ സാർ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. ഇത് a/2. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇത് a/2. ഏതാണ് ഇത്? a/2. ഈ ചരിഞ്ഞിരിക്കുന്ന സാധനം L അല്ലേ? ഇതെന്ന് പറയുന്നത് എന്തോന്നാണ്? E. അപ്പൊ ആ ട്രയാങ്കിൾ ഏതാണ്? യെസ്, ആ ട്രയാങ്കിൾ ഇതാണ് അല്ലെ? ഇത് L ആയിരിക്കും, ഇത് a/2 ആയിരിക്കും, ഈ ഒരു ഹൈപ്പോട്ടന്യൂസ് വരുന്നത് E ആയിരിക്കും. ഈ രണ്ട് ട്രയാങ്കിളും വെച്ചിട്ടുള്ള എന്താ പഠിച്ചത്? നമ്മൾ ഫോർമുലാസ് ആണ് നമ്മളിപ്പോ പഠിച്ചത്. അപ്പൊ ഇത് കഴിഞ്ഞു എന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് മനസ്സിലാക്കുക. അതാണ് ഞാൻ ഇത്രയും സമയം എടുത്ത് നിങ്ങൾക്ക് അത് പറഞ്ഞത്. നന്നായിട്ട് ഒരിക്കൽ കൂടി കാണുക, 2-3 പ്രാവശ്യം കാണുക, മനസ്സിൽ ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്ക് ആ ഫോർമുലകൾ എളുപ്പം പഠിക്കാൻ പറ്റും. മക്കളെ, ഇനി ഒരു ഫോർമുലയും കൂടെ ഉണ്ട്. സാർ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുക. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഇത് വരച്ചു. ഇത് അതിന്റെ ഡയഗണലാണ്. ഇത് അതിന്റെ എന്താണ്? ഡയഗണലാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം എന്ന് പറയുന്നത് ഡയഗണലിന്റെ പകുതിയല്ലേ? അത് ഞാൻ തന്നെ ഇവിടെ വരച്ചു. ഡയഗണലിന്റെ പകുതിയല്ലേ? ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിലേക്കായിട്ട് തന്നെ ഇവിടെ വരച്ചു. d/2. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത് കണ്ട ഈ ഒരു ചരിഞ്ഞ ഭാഗം കണ്ടോ? ഹൈപ്പോട്ടന്യൂസ് ആയിട്ട്. കാരണം ഇതാണ് 90 ഡിഗ്രി അല്ലെ? ഹൈറ്റ് 90 ഡിഗ്രി. അപ്പൊ 90യുടെ ഓപ്പോസിറ്റ് വരുന്ന ഹൈപ്പോട്ടന്യൂസ്. സോ ഞാൻ ആ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ വരച്ചു. അത് എന്തോന്നാണ്? ആ എഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ E ആണ്. സോ E ആണ്. ഓക്കെ ആണ്, E. ദെൻ ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ വരയ്ക്കുന്ന ഈ സാധനമാണ് നമ്മുടെ ഹൈറ്റ് H. യെസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിളും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഫോം ചെയ്യാനായിട്ട് പറ്റും. Eയും d/2ഉം Hഉം വരുന്ന ഒരു ഫോർമുലയും കൂടെ നമുക്ക് അവിടെ ഫോം ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടുന്ന് നമുക്ക് E² = H² പ്ലസ് d/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദെൻ H² = E² മൈനസ് d/2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ദെൻ അടുത്ത് നമുക്ക് ഇവിടെ ഇല്ലാത്ത സാധനമാണ് E ആയി H ആയി. ഇനി d/2 ദ ഹോൾ സ്ക്വയർ = E² മൈനസ് H² എന്ന് എഴുതാം. അങ്ങനെ 3 സെറ്റ് ഫോർമുല നമ്മൾ പഠിച്ചു. 3 സെറ്റ് ഫോർമുല. അത് നിങ്ങൾ സെറ്റാക്കി തന്നെ എടുക്കണം. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് അത് നമുക്ക് പല സ്ഥലത്തും ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഓക്കെ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. യെസ്. ഇനി നമുക്കടുത്ത് ഇനി ഒരു സ്ക്വയർ പിരമിഡിന്റെ വോളിയം കണ്ടുപിടിക്കേണ്ട ഫോർമുല പഠിക്കണം. എന്താണ് സ്ക്വയർ പിരമിഡിന്റെ വോളിയം കണ്ടുപിടിക്കേണ്ട ഫോർമുല? ഇനി പഠിക്കുന്ന കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത്. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിലേ ഇനി പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. ഓക്കെ, ആദ്യം പഠിക്കുന്നത് ഏരിയ. ഓക്കെ മക്കളെ, ഏരിയ ഒരു സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു ബേസ് ഉണ്ട്. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയയ്ക്ക് നമുക്ക് ആദ്യം ടോട്ടൽ സർഫസ് ഏരിയ ആണ്. TSA എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ നമ്മൾ ബേസ് ഏരിയയും ലാറ്ററൽ സർഫസ് ഏരിയയും കൂടെ നമ്മൾ ആഡ് ചെയ്യും. സോ ബേസ് ഒരു സ്ക്വയർ ആയതുകൊണ്ടും അതിന്റെ എഡ്ജ് A ആണെന്ന് നിങ്ങൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? അതിന്റെ എഡ്ജ് A അല്ലേ? എഡ്ജ് A അല്ലടാ. കണ്ടോ, ഈ എഡ്ജ് A ആണ്. ഈ ബേസ് എന്ന് പറയുന്ന സാധനം എന്ത് ഷേപ്പാണ്? ഒരു സ്ക്വയർ ഷേപ്പാണ് അല്ലെ? ബേസ് എന്ന് പറയുന്ന സാധനം ഒരു സ്ക്വയർ ഷേപ്പാണ്. സോ സ്ക്വയറിന്റെ ഏരിയ എന്താണ്? A². അപ്പൊ സ്ക്വയറിന്റെ ഏരിയ എന്താണ്? A². അപ്പൊ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ബേസ് ഏരിയ നമുക്ക് A² എന്ന് എടുക്കാം. പ്ലസ് ഇനി എന്തുണ്ട്? അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ ഉണ്ട്. അതിന് എനിക്ക് 2AL. അപ്പൊ പഠിക്കുക, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് എന്ന് പറയുന്നത് A² പ്ലസ് 2AL. അതിൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ട സാധനം A² എന്ന് പറയുന്നത് ബേസ് ഏരിയ. A² എന്ന് പറയുന്നത് ബേസ് ഏരിയയും 2AL എന്ന് പറയുന്നത് ലാറ്ററൽ സർഫസ് ഏരിയയുമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ ബേസിന്റെ സ്ക്വയർ പ്ലസ് ലാറ്ററൽ സർഫസിന്റെ സ്ക്വയർ. ബേസ് സ്ക്വയർ ആണ്, സോ A² പ്ലസ് ലാറ്ററൽ എഡ്ജ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സർഫസ് എന്ന് പറഞ്ഞാൽ 2AL. മക്കൾ, അത് വന്ന വഴിയൊക്കെ ഉണ്ട്. അത് ഐസോസെലസ് ട്രയാങ്കിൾ ആണെന്ന് കൺസിഡർ ചെയ്തിട്ട് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഈ 2AL ഒക്കെ കിട്ടുന്നത്. അതൊക്കെ നിങ്ങൾ വിട്ടേക്കും. നിങ്ങൾ ഇപ്പൊ ഫോർമുല പഠിക്കുക, A² പ്ലസ് 2AL. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ A² പ്ലസ് 2AL. ഇനി പരീക്ഷയ്ക്ക് ലാറ്ററൽ സർഫസ് എന്ന് മാത്രം ചോദിച്ചാൽ നിങ്ങൾ എന്ത് മാത്രം എഴുതിയാൽ മതി? 2AL മാത്രം എഴുതി. ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിച്ചിട്ട് ഉത്തരം എഴുതുക. ലാറ്ററൽ സർഫസ് എന്ന് മാത്രം ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി? 2AL മാത്രം കണ്ടുപിടിച്ചാൽ മതി. ബേസ് ഏരിയ എന്ന് മാത്രം ചോദിച്ചാൽ A² മാത്രം കണ്ടുപിടിച്ചാൽ മതി. ടോട്ടൽ സർഫസ് ഏരിയയും ചോദിച്ചാൽ A² പ്ലസ് 2AL കണ്ടുപിടിക്കണം. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഒരേ ഒരാളും കൂടെ നമ്മളിവിടെ പഠിക്കാറുണ്ട്, വോളിയം. എന്താണ്? വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ്. വോളിയം എന്താണ്? വോളിയം 1/3 A²H. ഇത്രയേ ഉള്ളൂ, 1/3 A²H. അപ്പോ രണ്ട് ഫോർമുലയും നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. A² പ്ലസ് 2AL എന്ന് പറയുന്നത് ടോട്ടൽ സർഫസ് ഏരിയയും വോളിയത്തിന്റെ ഫോർമുല 1/3 A²H ആണ്. 1/3 A²H ആണ്. സ്ക്വയർ പിരമിഡിൽ നിങ്ങൾ ഇത്രയും സാധനങ്ങളാണ് പഠിക്കേണ്ടത്.
അപ്പൊ ശ്രദ്ധിക്കാം മക്കളെ, സ്ക്വയർ പിരമിഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, കാരണം നമുക്ക് വോളിയം ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒക്കെ വേണ്ടേ, ഒക്കെ വേണ്ടേ, ചിലപ്പോൾ തന്നിരിക്കില്ല. അപ്പൊ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കേണ്ടി വരും. മനസ്സിലായോ? ചിലപ്പോ മക്കളെ എല്ല് കണ്ടുപിടിക്കണം, അപ്പൊ എല്ല് തന്നിരിക്കില്ല, അപ്പൊ ചിലപ്പോൾ എല്ല് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഫോർമുല ഏതാണോ തന്നിരിക്കുന്നത് അത് നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിൽ ഓർമ്മ വരണം. ഉടനെ തന്നെ നമ്മൾ ആ ട്രയാങ്കിൾ വഴിക്കുക, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് ഇങ്ങനെയൊക്കെയാണ് ആ സാധനം വരുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒരിക്കൽ കൂടി കാണുക, ഒരിക്കൽ കൂടി ഈ വീഡിയോ ആദ്യം മുതൽ കാണുക, കണ്ട് 1-2 തവണ കണ്ട് ഈ ഫിഗറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, ഉറപ്പിക്കുക. അപ്പൊ ഇത്രയാണ് സ്ക്വയർ പിരമിഡ്. ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു, സ്ക്വയർ പിരമിഡിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല, ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല a² + 2al അല്ലേ? ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ട ഫോർമുല a² + 2al. അടുത്ത് വോളിയം കണ്ടുപിടിക്കേണ്ട ഫോർമുല 1/3a²h. 1/3a²h. ഇത്രയും ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ ഇനി നമ്മൾ പോകുന്നത് കോണ് അല്ലെങ്കിൽ വൃത്തസ്തൂപികയിലേക്കാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഒരു വൃത്തസ്തൂപിക ഉണ്ടാവുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ വൃത്തസ്തൂപിക ഉണ്ടാവുന്നത് ഒരു സെക്ടർ അതിനെ മടക്കിയെടുക്കുമ്പോഴേക്കും എനിക്ക് എന്തുണ്ടാവും, ഒരു വൃത്തസ്തൂപിക ഉണ്ടാവും. കുറച്ചും കൂടി എളുപ്പത്തിന് പറഞ്ഞാൽ, നിങ്ങളൊരു കോണ്, അതിലൊരു കോൺ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. കോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം, ഈ സംഗതിയാണ് കോൺ. ഓക്കെ, ഈ ഒരു സാധനത്തെ നിങ്ങൾ നിവർത്തി കഴിഞ്ഞാൽ, അതായത് ഇതിനെ എന്ത് ചെയ്യുക, മടക്ക് നിവർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാധനം ഇതുപോലുള്ള ഒരു സാധനമായിരിക്കും. ശരിയല്ലേ? ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, നിങ്ങൾ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്യുക, നമുക്ക് അതിനൊന്ന് മടക്കി എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് കിട്ടും, കോണ് എന്നുള്ള ഒരു സാധനം കിട്ടും. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കോണിലുള്ള 1-2 കാര്യങ്ങൾ. ഇത് സെൻട്രൽ ആംഗിൾ x ഡിഗ്രി എന്ന് എടുക്കുക. ഇതിന്റെ റേഡിയസ്, ഈ സാധനം എന്ന് പറയുന്നത് എന്തോന്നാണ്, റേഡിയസ് ആണ്. സോ അതിന് ഞാൻ എന്തെന്ന് എടുക്കും, r എന്ന് എടുക്കും, ക്യാപിറ്റൽ R. ഓക്കെ, അപ്പൊ ഈ ഒരു കോണിന്റെ റേഡിയസ്, കോണിന്റെ സെന്റർ ആണല്ലോ, കോണിന്റെ റേഡിയസ് ഞാൻ സ്മോൾ r എന്ന് എടുക്കും. ഡൗട്ട് ഉണ്ടോ? ഞാൻ ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുക. ഇതാ ഈ കാണുന്ന r എന്ന് പറയുന്നത് ഈ കോണിന്റെ എവിടെ ഇരിക്കുന്നതാണ്? ഈ കോണിന്റെ ഏത് ഭാഗമാണ് ഈ r എന്ന് പറയുന്ന സാധനം? നന്നായിട്ട് ആലോചിക്കുക. ഇതാണ് ഒരു സെക്ടർ എന്ന് നിങ്ങൾ വിചാരിക്കുക. സെക്ടർ ഇതിനെ മടക്കി എടുക്കുമ്പോ ഈ ഭാഗം അല്ലേ ഇവിടെ വരുന്ന ഈ ഭാഗം? ഡൗട്ട് ഉണ്ടോ? പരീക്ഷയ്ക്ക് ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്. 25 റേഡിയസ് ഉള്ള ഒരു സെക്ടറിനെ മടക്കി ഒരു കോൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ സ്ലാന്റ് ഹൈറ്റ് ഓഫ് ദ കോൺ? സ്ലാന്റ് ഹൈറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ചരിഞ്ഞ ഹൈറ്റ്. സോ ഇത് തന്നെയാണ് ഇവിടുത്തെ എന്ത്, ഇത് തന്നെയാണ് ഇവിടുത്തെ എല്ല്. സ്ലാന്റ് ഹൈറ്റ് എല്ല് തന്നെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കും, ഇതിന്റെ 6 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഇതിന്റെ 25 ആണെങ്കിൽ മക്കളെ ഇവിടുത്തെ സ്ലാന്റ് ഹൈറ്റ് എന്തായിരിക്കും? 25 ആയിരിക്കും. അപ്പൊ ജനറലി നമ്മൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ജനറലി നമ്മൾ പറയുന്നത് R = L. R = L. എന്താണ് ക്യാപിറ്റൽ R? എന്താണ് ക്യാപിറ്റൽ R? പറയൂ. ക്യാപിറ്റൽ R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ സെക്ടർ അല്ലെ? സെക്ടറിനെ മടക്കി കോൺ ഉണ്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? സെക്ടറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് നമ്മളെ കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് ആയിട്ട് മാറും. കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് ആയിട്ട് മാറും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്. നിങ്ങൾ ഈ റിലേഷൻ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. x/360 = അതായത് ഇതിന്റെ ഒരു റിലേഷൻ ആണ്. നമുക്ക് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാം x/360 = r/l. r/l ഇത്രയേ ഉള്ളൂ. r/l. x/360 = r/l. x/360 = r/l. ഈ r-ന് പകരം എന്തു ആവാം? ക്യാപിറ്റൽ R ആവാം. മനസ്സിലാക്കുക, ഓർമ്മിക്കുക. r-ന് പകരം ക്യാപിറ്റൽ R ആവാം. കാരണം എന്താണ്? ഈ ക്യാപിറ്റൽ R-ഉം R-ഉം ഒക്കെ എന്താണ്? എല്ലും ഒക്കെ എന്താണ്? ഈക്വൽ ആണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ R-ഉം എല്ലും ഒക്കെ എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഇത് പഠിച്ചു വയ്ക്കുക. x/360 = ക്യാപിറ്റൽ R, സ്മോൾ r / L. എന്താണ് സ്മോൾ r? യെസ്, ഈ സെക്ടറിനെ മടക്കി കോൺ ഉണ്ടാക്കുമ്പോ കോണിന്റെ റേഡിയസ് ആണ് സ്മോൾ r. മനസ്സിലായോ? അപ്പൊ റിലേഷൻ ബിറ്റ്വീൻ ആരൊക്കെ? സെൻട്രൽ ആംഗിൾ, സ്ലാന്റ് ഹൈറ്റ്, ഒപ്പം ബേസ് റേഡിയസ് ഓഫ് ദ കോൺ. എന്താണ്? x/360 = r/l. R എന്ന് പറഞ്ഞാൽ ഈ സ്മോൾ ലെറ്റർ R എന്തിനെ റെപ്രസെന്റ് ചെയ്യും? കോണിന്റെ റേഡിയസ്. ക്യാപിറ്റൽ ലെറ്റർ R എന്തിനെ റെപ്രസെന്റ് ചെയ്യും? സെക്ടറിന്റെ റേഡിയസ്. ഓക്കെ ആണോ? ഇത് 2-3 രീതിയിൽ പഠിക്കാം. ഇത് നിങ്ങൾ എല്ലാം ഒന്ന് തന്നെയാണ്. ഞാൻ വേറൊരു രീതി എന്ന് പറഞ്ഞാൽ നോക്കുക. നിങ്ങൾക്ക് പഠിക്കുക. x/360 വലിയ R = കുട്ടി R എന്ന് പഠിച്ചു വയ്ക്കുക. രണ്ടും ഒന്ന് തന്നെയാണ്. കാരണം ഈ R-ന് പകരം എന്താവും? L ആവും. അപ്പൊ ഈ L സമത്തിന് അപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടും. 2 ഇക്വേഷൻ സെയിം ആണ്. നിങ്ങൾക്ക് ഏത് വേണോ പഠിച്ചു വയ്ക്കാം. ഞാൻ പറയാൻ എളുപ്പത്തിന് സാധാരണ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ പറയുന്നത് x/360 വലിയ R = കുട്ടി R. x/360 വലിയ R = കുട്ടി R. കുട്ടി R = സമത്തിന് അപ്പുറത്ത് പഠിക്കുക. നിങ്ങൾ ഇഷ്ടമുള്ള കോഡ് മനസ്സിലുണ്ടാക്കി പഠിക്കുക. അപ്പൊ ഈ വലിയ R എന്ന് പറയുന്നത് L ആണ് എന്ന് കൂടെ മനസ്സിൽ ഓർമ്മിക്കുക. ഓക്കെ, ഇത്രയാണ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പൊ ചോദ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് സെക്ടർ
എന്നുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല x/360 ഇൻറ്റു വലിയ ആർ ഈക്വൽ ടു കുട്ടി ആർ. എന്താണ് വലിയ ആർ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ? സെക്ടറിന്റെ റേഡിയസ്. എന്താണ് സ്മോൾ ആർ? ആ സെക്ടർ മടക്കി ഉണ്ടാക്കുന്ന കോണിന്റെ റേഡിയസ്. ഓക്കെ ആണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വൃത്തസ്തൂപികയിൽ സെക്ടറിൽ ഇത്രയും കാര്യങ്ങൾ മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. അപ്പൊ എന്താണ് സെക്ടറിന് നമ്മൾ പഠിച്ച സാധനം? എന്താണ് സെക്ടറിൽ പഠിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം. മക്കളെ, ഇതാണ് ഒരു സെക്ടർ. ഓക്കെ, ഇത് കൺക്ലൂഷൻ ആണ്, സെക്ടറിന്റെ കൺക്ലൂഷൻ ആണ്. നന്നായിട്ട് നോക്കുക. ഇതാണ് ഒരു സെക്ടർ. ഇതിനെ മടക്കി ഉണ്ടാക്കുന്ന കോണാണ് ഈ സാധനം, കോൺ. ഓക്കെ, ഇതിന്റെ റേഡിയസ് ആർ. ഇതിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ. സെൻട്രൽ ആംഗിൾ എക്സ്. ഇതിന്റെ സ്ലാൻഡ് എയ്റ്റ് എൽ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ? ഈ എക്സ്, ഈ ആർ, ഈ സ്മോൾ ലെറ്റർ ആർ. പിന്നെ ഈ ആർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന എല്ല്. സോ അതിനെ എല്ലിന് ഞാൻ പ്രത്യേകിച്ച് റൗണ്ട് ചെയ്യുന്നില്ല. എന്താണ് ഫോർമുല? എന്താണ് റിലേഷൻ? x/360 ഇൻറ്റു ഈ വലിയ ആർ ഈക്വൽ ടു കുട്ടി ആർ. ഇതാണ് സെക്ടറും കോണും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ സെക്ടറും കോണിന്റെ റേഡിയസും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ ആണോ? x/360 ഇൻറ്റു വലിയ ആർ ഈക്വൽ ടു കുട്ടി ആർ. ഇനി നമുക്ക് കോണിന്റെ എന്ത് പഠിക്കണം? ടോട്ടൽ സർഫസ് ഏരിയ. കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. എന്താണ് കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ? കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇതിനൊരു ബേസ് ഉണ്ട്. യെസ്, ഇതാണ് ബേസ് അല്ലേ? ബേസ് ഏത് ഷേപ്പാണ്? സർക്കിൾ ഷേപ്പാണ്. അപ്പൊ ബേസിന്റെ ഏരിയ എന്ന് പറയുന്നത് πr². ഓക്കെ, πr² പ്ലസ് ഇതിന്റെ ഈ ഒരു സർഫസ് ഉണ്ടല്ലോ മക്കളെ, ഈ ഒരു സർഫസ്, അതിനെ πrl. അതിനെ നമ്മൾ വിളിക്കുന്നത് കർവ്ഡ് സർഫസ് ഏരിയ എന്നാണ്. നമ്മൾ സ്ക്വയർ പിരമിഡിൽ പഠിച്ചത് ലാറ്ററൽ സർഫസ് ഏരിയ എന്നാണ്. അപ്പൊ നമ്മളിവിടെ കോണിന്റെ ഇതിൽ പഠിക്കുന്നത് എന്താണ്? കർവ്ഡ് സർഫസ് ഏരിയ. കാരണം കർവ് അല്ലേ മറ്റേ സ്ക്വയർ പിരമിഡിൽ എന്തായിരുന്നു? ട്രയാങ്കിൾ ഷേപ്പ് ആയിരുന്നു അല്ലെ? ട്രയാങ്കിൾ ആയിരുന്നു. ഇത് കർവ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ വിളിക്കുന്ന പേര് കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ്. കണ്ടോ, ഈ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കർവ്ഡ് സർഫസ് ഏരിയ. ഈ ഒരു ഭാഗത്തെ വിളിക്കുന്നത് ബേസ്. അപ്പൊ ഇതിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്തോന്നാണ്? ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് πr² പ്ലസ് πr² പ്ലസ് πrl. നമുക്ക് നോക്കുക. ഈ ബേസിന്റെ ഏരിയ എന്ന് പറയുന്നത് πr². ഈ കർവ്ഡ് സർഫസിന്റെ ഏരിയ എന്ന് പറയുന്നത് πrl. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. അതാണ് ഞാൻ അവിടെ എഴുതിയത്. ടോട്ടൽ സർഫസ് ഏരിയ ഈക്വൽ ടു πr² പ്ലസ് πrl. πr² പ്ലസ് πrl. ഓക്കെ ആണോ? ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഒരാളും കൂടി ഇവിടെ കണ്ടുപിടിക്കണം. ആരാണ്? വോളിയം ഓഫ് ദ കോൺ. എന്താണ്? 1/3 πr²h. വോളിയം കണ്ടുപിടിക്കേണ്ട ഫോർമുല 1/3 πr²h. 1/3 πr²h. വോളിയം കണ്ടുപിടിക്കേണ്ട ഫോർമുല 1/3 πr²h. ഇനി ഒരു പൈതഗോറസ് തിയറം ഉപയോഗിക്കേണ്ട ഒരു ചെറിയൊരു കാര്യം കൂടെ ഇവിടെ പഠിക്കാനായിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക. ഇതൊരു കോണാണെന്ന് വിചാരിക്കുക. ഇത് r, ഇതെന്തായിരിക്കും? h, ഇതെന്തായിരിക്കും? l. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. സോ ഇവിടെ നിന്ന് എന്താണ്? l² ഈക്വൽ ടു r² പ്ലസ് h². കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. പൈതഗോറസ് തിയറം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ദെൻ എന്താണ് r² ഈക്വൽ ടു l² മൈനസ് h². ദെൻ എന്താണ്? h² ഈക്വൽ ടു l² മൈനസ് r². ഇതാണ് ഇതിന്റെ പൈതഗോറസ്. നമ്മൾ മറ്റേ സ്ക്വയർ പിരമിഡിൽ നമ്മൾ 3 എണ്ണം പഠിച്ചു, 3 സെറ്റ് പഠിച്ചു. ഇവിടെ ഒരു സെറ്റ് മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ, l². ജസ്റ്റ് കാണാതെ ഒന്നും പഠിക്കണ്ട. പൈതഗോറസ് തിയറം മനസ്സിനകത്തുണ്ട്. അതുപോലെ നമുക്ക് ഈ ഫിഗറും നമുക്ക് ഓർമ്മ കിട്ടുന്നെങ്കിൽ വളരെ എളുപ്പമാണ് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. ദെൻ ഇതാണ് ഫോർമുല. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ നിങ്ങൾ പഠിക്കേണ്ട സാധനം ഇതാണ് മക്കളെ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് πr² പ്ലസ് πrl. വോളിയം എന്ന് പറയുന്നത് 1/3 πr²h. അതുപോലെ തന്നെ നമ്മൾ താഴത്തെ പൈതഗോറസ് തിയറം നിങ്ങൾ ആ ഫിഗറും ആ ഒരു ഫോർമുലയായിട്ട് എന്ത് ചെയ്യുക? നോക്കുക. ഇത്രയുമാണ് കോണും എന്തുമായിട്ട് വരുന്നത്? സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ദെൻ ഇനി നമുക്ക് അടുത്ത് പഠിക്കേണ്ട സാധനം സ്ഫിയർ. ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഒരു കാര്യം ഞാൻ സിലിണ്ടർ പറയാൻ വിട്ടുപോയി. ഓക്കെ, സിലിണ്ടർ എന്താണ്? കോൺ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് സർക്കിൾ, ഒരു സൈഡ് എന്തിരിക്കും? കൂർത്തിരിക്കും. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും എന്തിരിക്കും മക്കളെ? രണ്ട് സൈഡ് ഇതായിരിക്കും. ഓക്കെ ആണോ? ഇതിന്റെ വോളിയം മാത്രം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. വോളിയം എന്ന് പറയുന്നത് πr²h. മക്കളെ, സിലിണ്ടറിന്റെ 1/3 ആണ് ആര്? കോൺ എന്ന് പറയുന്നത്. സിലിണ്ടറിന്റെ വോളിയത്തെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? കോണിന്റെ വോളിയം കിട്ടും. ഓക്കെ ആണോ? സിലിണ്ടറിന്റെ വോളിയത്തെ എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കണ്ടോ, ഫ്രണ്ടിൽ ഒരു 1/3 ഇട്ട് കൊടുക്കുമ്പോൾ കണ്ടോ, 1/3 ഇട്ട് കൊടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഇത്രയാണ് സിലിണ്ടറിന്റെ വോളിയം. മുന്നിൽ ഒരു 1/3 ഇട്ട് കൊടുത്താൽ ആരുടെ വോളിയമായി? കോണിന്റെ വോളിയം. ആരുടെ വോളിയമായി? കോണിന്റെ വോളിയമായി. ഇത്രയേ ഉള്ളൂ. സിലിണ്ടറിന്റെ വോളിയം എന്താണ്? πr²h. സിലിണ്ടറിന്റെ വോളിയം πr²h. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ഇവിടെ മനസ്സിൽ ഓർമ്മിച്ച് വെച്ചിട്ട് അടുത്തതിലോട്ട് പോവാം. ഒരു സിലിണ്ടർ കർവ് ചെയ്ത് കോൺ ഉണ്ടാക്കുമ്പോൾ എന്ത് മാറൂല? യെസ്,
ഹൈറ്റ് മാറൂല, പിന്നെ ആരും മാറൂല, ബേസും മാറൂല. മനസ്സിലായോ? ഒരു സിലിണ്ടറിനെ കർവ് ചെയ്ത് കോൺ ഉണ്ടാക്കുമ്പോൾ എന്തും മാറൂല, ഹൈറ്റ് മാറൂല, ബേസ് മാറൂല. ഏകദേശം ഇത് ഉത്തരയില്ലേ കാണുള്ളൂ. ഈ ബാക്കി ഭാഗങ്ങൾ അങ്ങ് പോകും. ഇപ്പൊ ഒരു സിലിണ്ടർ തന്നിട്ട് കോണിന്റെ വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നുകിൽ സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിച്ചിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതല്ല എങ്കിൽ ഹൈറ്റും ബേസും മാറാതെ എന്ത് ചെയ്യുക, 1/3 πr² ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മളെ ഉത്തരവായി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോൺ, സിലിണ്ടർ, ഇതാണ് മക്കളെ എന്ത്? സിലിണ്ടർ. ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ചത് കോണ് പഠിച്ചു, സിലിണ്ടർ പഠിച്ചു, സെക്ടർ പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു? സ്ക്വയർ പിരമിഡ് പഠിച്ചു. ഇനി നമ്മുടെ ഈ ഭാഗത്തിന്റെ അവസാന ഘട്ടങ്ങളിലോട്ട് കിടക്കുകയാണ് സ്ഫിയർ. ഇതാണ് സ്ഫിയർ, ഗോളം. ഗോളത്തിന് വേറെ ഹെച്ചോ ബേസോ കാര്യങ്ങളൊന്നുമില്ല, റേഡിയസ് മാത്രമേ ഉള്ളൂ. എന്താണ് ആദ്യം പഠിക്കേണ്ടത്? ടോട്ടൽ സർഫസ് ഏരിയ. ടോട്ടൽ സർഫസ് ഏരിയ എന്തോന്നാണ്? 4πr². ടോട്ടൽ സർഫസ് ഏരിയ 4πr². ടോട്ടൽ സർഫസ് ഏരിയ 4πr². വോളിയം, എങ്ങനെ വോളിയം കണ്ടുപിടിക്കും? 4/3 πr³ അല്ലേ? വോളിയത്തിനാണ് ക്യൂബ് വരുന്നത്, ഏരിയക്ക് സ്ക്വയർ. അങ്ങനെ കോഡ് പഠിക്കുക. സോ മനസ്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു കോഡ് ഉണ്ടാക്കി പഠിക്കുക. സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr². സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr². അതുപോലെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³. 4/3 πr³. ഇത്രയും മാത്രമേ നമുക്ക് സ്ഫിയറിൽ പഠിക്കാനായിട്ടുള്ളൂ. പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യും. എങ്ങനെയൊക്കെയാണ് സോളിഡ്സിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. കാരണം ഞാൻ ഇത് ആദ്യം ഇടാൻ കാര്യം, സോളിഡ്സിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലംസ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇത് നിങ്ങൾ 2-3 വട്ടം ആവർത്തിച്ച് കണ്ട് ഇതിന്റെ ഫോർമുലാസ് ഒക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ. ദെൻ അടുത്തത് ഹെമിസ്ഫിയർ. മക്കൾ ഇവിടെ ഒരു ചെറിയൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഓർമ്മിച്ച് വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, ഇവിടെ നോക്കുക നിങ്ങൾ, ഇവിടെ സ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണ്? 4πr². സ്വാഭാവികമായി ഹെമിസ്ഫിയർ അതിന്റെ പകുതി എന്ന് നിങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട്. 2πr² എന്ന് എടുക്കുക. തെറ്റാണ്. അതിന്റെ റീസൺ ഇതാണ്. നമ്മൾ ഈ ഒരു സ്ഫിയറിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇത്രയും ഭാഗത്തിന്റെ ഏരിയ നിങ്ങൾ പറഞ്ഞത് ഓക്കെ 2πr² ആണ്. ടോട്ടൽ സർഫസ് ഏരിയ 2πr² ആണ്. അത്രയും നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ 2πr² ഓക്കെ ആണ്. പക്ഷേ ഇത് നിങ്ങൾ മുറിച്ച് കഴിയുമ്പോഴേക്കും ഇതിന്റെ അടിയിൽ ഇങ്ങനെ ഒരു സർഫസും കൂടെ വരത്തില്ലേ? ഒരു സർക്കിളും കൂടെ ഫോം ചെയ്യും അല്ലേ? അതായത് ഇത്രയും ഭാഗം നിങ്ങൾ പറഞ്ഞു എന്താണ്, 2πr² ആണ്, പകുതിയാണ്. പക്ഷെ അതല്ലാതെ ഇതിന്റെ അടിയിൽ ഒരു ഭാഗം കൂടെ വരും, ഒരു വൃത്തം കൂടെ വരും. അപ്പൊ അതിന്റെ ഏരിയയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സോ πr². ഇപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 3πr². ഇപ്പൊ എന്താണ് ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 3πr². ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 3πr². ഓക്കെ ആണ്? കാണുന്നുണ്ടോ? സർഫസ് ഏരിയ ഓക്കെ, 3πr². ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇനി അടുത്ത മക്കളെ ഇതിന്റെ ഒരെണ്ണം കൂടെ പഠിക്കാണ്ട്, എന്താണ്? വോളിയം. ഇത് പഠിക്കാണ്ട് വോളിയം ഇത്രയേ ഉള്ളൂ. 4/3 പകുതി 2/3 πr³. ഇത്രയേ ഉള്ളൂ. വോളിയം കണ്ടുപിടിക്കേണ്ട ഫോർമുല 2/3 πr³. ആദ്യം പഠിച്ചത് എന്താണ്? 4/3 πr³. 4/3 പകുതി 2/3 πr³. 2/3 πr³. അപ്പോ ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ 3πr² ആണ്. സ്ഫിയറിൻ്റെത് 4πr². ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇത്രയാണ് മക്കളെ ഈ ചാപ്റ്ററിന്റെ ഫോർമുലകൾ. ഞാൻ ഇനി ആദ്യം മുതൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ ഓരോ ഫോർമുലയായിട്ട് എന്ത് ചെയ്യുന്നു പറയും. ഫസ്റ്റ് ഞാൻ എഴുതുന്നു സ്ക്വയർ പിരമിഡ്. ഓക്കെ, സ്ക്വയർ പിരമിഡ്. ഓക്കെ, എന്താണ് ടോട്ടൽ സർഫസ് ഏരിയ? ടോട്ടൽ സർഫസ് ഏരിയ a² + 2al. a² + 2al അല്ലെ? a² + 2al. ഇനി എന്താണ് വോളിയം? വോളിയം 1/3 a²h. ഓക്കെ ആണോ? അടുത്തത് കഴിഞ്ഞു. ഇനി അതിന്റെ സബായിട്ട് പൈതഗോറസ് തിയറം വെച്ചിട്ടുള്ള ഫോർമുല ഒക്കെ ഓർമ്മിക്കുക. അപ്പൊ ആദ്യം അതിൽ പൈതഗോറസ് തിയറം ഒന്നെന്താണ്, ഇത് a/2 ആണെങ്കിൽ ഇത് l ആണെങ്കിൽ ഇത് h. അപ്പൊ ആ ട്രയാങ്കിൾ ഓർമ്മിക്കുക. മക്കൾ അടുത്ത ട്രയാങ്കിൾ എന്താണ്? എല്ലാ ട്രയാങ്കിളും ഒരു ഷേപ്പിലായിരിക്കും, അതിന്റെ സൈഡ്സ് മാത്രം വ്യത്യാസം വരും. മക്കളെ ഇത് e ആണെങ്കിൽ ഇത് l ആയിരിക്കും, ഇതെന്തായിരിക്കും? a/2 ആയിരിക്കും. ഇനി ഒരു ട്രയാങ്കിളും കൂടെ നമ്മൾ പഠിച്ചു. ഏത് ട്രയാങ്കിൾ ആണ്? ഇത് e, ഇത് d/2, ഇത് h. അപ്പൊ അത് വെച്ചിട്ടുള്ള 3 പൈതഗോറസ് തിയറം വെച്ചിട്ടുള്ള 3 സെറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മിക്കുക. ഇത്രയാണ് സ്ക്വയർ പിരമിഡ്. അടുത്ത് നമ്മൾ പഠിച്ച സാധനം സെക്ടർ. അടുത്ത് നമ്മൾ പഠിച്ചത് സെക്ടർ. സെക്ടറിൽ നമ്മളൊരു റിലേഷൻ പഠിച്ചു. എന്താണ് സെക്ടറിൽ നമ്മൾ പഠിച്ച റിലേഷൻ? x/360 ഇൻറ്റു വലിയ r = കുട്ടിയാണ് അല്ലേ? ഈ വലിയ ആറിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? l ഉപയോഗിക്കാം. കാരണം വലിയ r എന്ന് പറയുന്നത് ആരും കൂടിയാണ്,
എല്ലും കൂടെയാണ്. ഓക്കെ ആണോ? ദെൻ അടുത്ത് നമ്മളെ സംഗതി എന്ന് പറയുന്നത് കോണാണ്. അടുത്ത് നമ്മളത് കോൺ. ഓക്കെ, കോൺ കോൺ കോൺ. ഓക്കെ, കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? ടോട്ടൽ സർഫസ് ഏരിയ പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ. പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ. അതിന്റെ വോളിയം എന്ന് പറയുന്നത് വോളിയം എന്ന് പറയുന്നത് 1/3 പൈ ആർ സ്ക്വയർ എച്ച്. 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഓക്കെ, ദെൻ ഇനി നമ്മൾ ലാസ്റ്റ് പഠിച്ച രണ്ട് സംഗതികളുണ്ട്. ഓക്കെ, ഒന്നാമത്തത് സ്ഫിയർ. എന്നാൽ ടോട്ടൽ സർഫസ് ഏരിയ 4 പൈ ആർ സ്ക്വയർ. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4 പൈ ആർ സ്ക്വയർ. വോളിയം 4/3 പൈ ആർ ക്യൂബ്. ഓക്കെ ആണോ? 4/3 പൈ ആർ ക്യൂബ്. ദെൻ അടുത്ത് സ്ഫിയറിന്റെ ഹാഫ് ഹെമിസ്ഫിയർ. എന്തോരൂടാ? ടോട്ടൽ സർഫസ് ഏരിയ ഹെമിസ്ഫിയർ 3 പൈ ആർ സ്ക്വയർ. അതുപോലെ തന്നെ വോളിയം എന്ന് പറയുന്നത് 2/3 പൈ ആർ ക്യൂബ്. ഓക്കെ, ഇനി നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടു മക്കളെ. സിലിണ്ടറിൽ വേറെ ഒന്നുമില്ല, വോളിയം. സിലിണ്ടർ എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച്. സിലിണ്ടറിന്റെ വോളിയമാണ്. സിലിണ്ടറിന്റെ വോളിയം പൈ ആർ സ്ക്വയർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്. സ്ക്വയർ പിരമിഡ് എന്താണ്? അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? വോളിയം എന്താണ്? കോൺ എന്താണ്? കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? വോളിയം എന്താണ്? അതുപോലെ സ്ഫിയർ എന്താണ്? അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? വോളിയം എന്താണ്? അതുപോലെ തന്നെ ഹെമിസ്ഫിയർ എന്താണ്? അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? വോളിയം എന്താണ്? അതുപോലെ തന്നെ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് കാര്യം, സെക്ടർ നിങ്ങൾ എവിടെ വന്നാലും അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം നമ്മൾ അടുത്ത റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ പറയും. അപ്പൊ ആ ഫോർമുല നിങ്ങൾ പഠിക്കുക. x/360 into വലിയ ആർ ഈക്വൾ ടു കുട്ടിയാണ്. എക്സ് സെൻട്രൽ ആംഗിൾ വരുന്നത് സെക്ടറിനാണ്. സോ x/360 into വലിയ ആർ ഈക്വൾ ടു കുട്ടിയാണ്. അത് ആ ഫോർമുല നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. ദെൻ സിലിണ്ടറിന്റെ വോളിയം പൈ ആർ സ്ക്വയർ എച്ച്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒന്നും അറിഞ്ഞുകൂടാതിരുന്ന് കണ്ടവര് കൃത്യമായിട്ട് ഒരിക്കൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ കാണുക. കാരണം ഒറ്റ തവണ മാത്രം കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. അതുകൊണ്ട് 1-2 തവണ നിങ്ങൾ ഇത് കാണുക. കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു സ്ക്വയർ പിരമിഡ് നിങ്ങളെ മനസ്സിൽ കൊണ്ടുവരിക, നിങ്ങൾ ആലോചിക്കുക. അപ്പൊ നമുക്ക് മാക്സിമം പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോർമുല സെക്ഷൻ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യുക. അപ്പോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഈ വീഡിയോ പരമാവധി നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് അവരിൽ കൂടെ ഈ വീഡിയോ എത്തിക്കുക. കാരണം ഇത് എല്ലാ ഫോർമുലകളും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.